നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മുദ്ര, അത് ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയുള്ള മുദ്രയാണ്. അതായത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ചിലപ്പോൾ ചില പ്രാക്ടീസസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രാണായാമാസ് ചെയ്യുമ്പോൾ, പല രീതിയിലും നമുക്ക് ഈ സ്പിരിച്വൽ എനർജി കൂടുതലായിട്ട് ഫീൽ ചെയ്യും ബോഡിയിൽ. നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതൽ എനർജി ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇൻ യാങ് ബാലൻസ് വേണം എന്ന് പറഞ്ഞ പോലെ. രണ്ട് ടൈപ്പ് ഓഫ് എനർജിയാണ്. എർത്തിൻ്റെ എനർജി ഇന്നാണ്, ഒരു നർച്ചറിങ്, ഒരു ഫീമെയിൽ ടൈപ്പ് എനർജിയാണ് എർത്തിൻ്റെ മുകളിൽ എന്തും അത് യാങ് ടൈപ്പ് എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എർത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ കൂടുതൽ എനർജി എർത്ത് വലിച്ചെടുക്കുന്ന, ഈ പോസിറ്റീവ് നെഗറ്റീവ് പോലെ എർത്ത് വലിച്ചെടുക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ചില ടെമ്പിൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈജിപ്തിൽ പിരമിഡ്സിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര എനർജിയാണ്, യാങ് ടൈപ്പ് എനർജിയാണ് അവിടെ ഉള്ളത്. പിന്നെ ചില സമാധി പ്ലേസസിൽ പോകുമ്പോൾ അവിടെയൊക്കെ സ്പിരിച്വൽ എനർജി ഹൈ ആണ്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എർത്തായിട്ട് കണക്ട് ചെയ്താലും ചിലപ്പോൾ എനർജി പിന്നെയും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ മുദ്ര, ഞാൻ ഷെയർ ചെയ്യുന്ന മുദ്ര ട്രൈ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി, ചില സമയം സ്പിരിച്വൽ എനർജി ഹൈ തന്നെയാവും നമ്മുടെ സിസ്റ്റത്തിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നലെ രാത്രി വളരെയധികം ഹൈ എനർജി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ന്യൂസും അങ്ങനെ ഒന്നും ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് എക്ലിപ്സ് ആയിരുന്നെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ബീച്ചിൽ പോകും എല്ലാ ദിവസവും. അപ്പോൾ മൂൺ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഫുൾ മൂണാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്തെ എനിക്കിങ്ങനെ ഹൈ എനർജി വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർത്തത് അത് ഫുൾ മൂണിൻ്റെ എനർജി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെയാണ് ഞാൻ അറിഞ്ഞത് അത് ലൂണാർ എക്ലിപ്സ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടൈം സ്പിരിച്വലി പ്ലാനറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാർസ് അലൈൻ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്ക് എനർജി നമുക്ക് വരും. ചില പോർട്ടൽസ് ഓപ്പൺ ആവും എന്നാണ് പറയുന്നത് ആ സമയത്ത്. അപ്പോൾ പല ഹയർ ഡയമെൻഷനിൽ നിന്നുള്ള എനർജി ഫ്ലോ കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മുദ്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ സമയത്ത് കുറച്ച് ഒരു ഗ്രൗണ്ടിങ് കിട്ടുവാൻ സാധ്യതയുണ്ട്. ഈ മുദ്ര എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലെഫ്റ്റ് പാം നേവലിൻ്റെ താഴെ ഒരു 2 ഇഞ്ച് താഴെ ഗ്രൗണ്ടിനെ ഫേസ് ചെയ്ത്, ഞാൻ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ വെക്കുക. റൈറ്റ് പാം ലെഫ്റ്റ് പാമിൻ്റെ മേലെ, തമ്പ് പോയിൻറ്റിങ് അപ്വേർഡ്സ്, ബാക്കി എല്ലാ ഫിംഗേഴ്സും കേൾഡാണ്, ലൈക്ക് ചുരുട്ടി പിടിച്ചേക്കുവാണ്. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ പിടിക്കുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്പിരിച്വൽ എനർജി ഹൈ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് വന്നിട്ട് സ്കാറ്റേർഡ് എനർജിയൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ലൈറ്റ് ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞ് എപ്പോഴെങ്കിലും തേർഡ് ഐ ചക്ര കൂടുതൽ കറങ്ങുന്നു, സെൻസിറ്റിവിറ്റി കൂടുന്നു, അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബോഡിയിൽ ഭയങ്കര ചൂട്, ഫുൾ ഇലക്ട്രിക്കൽ എനർജി, ഇങ്ങനെ കാലിലും കൈയിലും ഒക്കെ ഭയങ്കര എനർജി വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.